യൂട്രസിലുള്ള സിസ്റ്റുകൾ സർജറിക്ക് വിധേയമായവരെ യോഗ കൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് ആ സർജറിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റ് കാണാനില്ല. യൂട്രസ് ഡിസോർഡേഴ്സ് ഭയങ്കര, എനിക്ക് ഏറ്റവും കൂടുതൽ മിറാക്കുലസ് റിസൾട്ട് കിട്ടിയ ഒന്നാണ് യോഗ ഫോർ യൂട്രസ്. അത് എന്ത് ഡിസോർഡേഴ്സും ആയിക്കോട്ടെ, ഫേമസ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടേഴ്സൊക്കെ നമ്മുടെ അടുത്തേക്ക് റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട്. ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ പെട്ടെന്ന് പോയി ഒരു ഓപ്പറേഷൻ ആരും സജസ്റ്റ് ചെയ്യില്ല. യോഗ ചെയ്യാൻ നമുക്ക് പ്രായപരിധി ഉണ്ടോ? ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള യോഗ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്ത്, അനുഷ്ക ശർമ്മ ചെയ്ത പോലെയൊക്കെ ശീർഷാസനം ചെയ്ത് പ്രശ്നമാക്കി ഒത്തിരി പേരുണ്ട്. GERD ഉള്ളൊരു ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തേട്ടി വരുന്ന ഒരു ഇതുണ്ടല്ലോ, അതായത് ആസ് എ റീഗർജിറ്റേഷൻ, അതുള്ളവർ ദയവ് ചെയ്ത് സൂര്യ നമസ്കാരം ചെയ്യരുത്. ഗ്രൗണ്ടഡ് ഫീലിംഗ് നമ്മുടെ മാനസികമായിട്ട് വേണമെങ്കിൽ നമ്മൾ കുറേ അഭ്യാസമായിട്ടുള്ള യോഗ ഫാൻസി പോസ്റ്റേഴ്സ് ചെയ്യണമെന്നില്ല. യോഗ സെഷൻസിനെ ഭയങ്കര അഗ്രസീവായിട്ട് ചെയ്താൽ ഭയങ്കര ഒരു വാവ്, പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുക, ഇതല്ല. നമുക്ക് ശരിക്കും ഒരു നല്ലൊരു ബ്രെത്ത് വർക്കും ഒരു മൈൻഡ്ഫുൾനെസ്സും ഉണ്ടെങ്കിൽ ആ ആളുടെ നിയന്ത്രണത്തിൽ ഈ ഒരു കൈക്കുള്ളിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നിൽക്കും. ആ പൊസിഷനിലിരിക്കുമ്പോൾ അത് ഇറ്റ് ഈസ് ആക്ച്വലി സെറ്റ് ടു ബി എ യോഗ ഫോർ ഡയബറ്റിസ് പോസ്റ്ററായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. യോഗാസനേക്കാളും വലുതാണ്, അതൊക്കെ മേലെയാണ് ബ്രീത്തിങ് എക്സസൈസ്. ആരോഗ്യകരമായ ജീവിതശൈലിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നേടുന്ന യോഗയെക്കുറിച്ച് കൂടുതൽ അറിയാൻ മലയാളം ഡയലോഗ്സിൽ ഇന്ന് എന്നോടൊപ്പം ഡോക്ടർ അഖില വിനോദാണ്. സ്വാഗതം ഡോക്ടർ. ഇപ്പം ഭയങ്കര തിരക്കാണ്, തിരക്ക് പിടിച്ചൊരു ജീവിതത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ആർക്കും ഈ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യാൻ നേരമില്ല, പ്രത്യേകിച്ചൊരു ഹോബി ഇല്ല, ജോലിയിൽ സമ്മർദ്ദം, അങ്ങനെ പല രീതിയിൽ കൂടിയാണ് പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ യോഗയുടെ പ്രാധാന്യം എന്താണ്? സ്ഥിരം എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യോഗയുടെ എന്താണ് പ്രാധാന്യം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കോമൺ മാൻ മനസ്സിലാക്കുന്ന രീതിയിൽ പറയുവാണെങ്കിൽ, നമ്മൾ യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് വളരെ വളരെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ പോകുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു എക്സസൈസ് ചെയ്യുമ്പോഴും അത് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ മൈൻഡ്ഫുൾനെസ് കിട്ടുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് യോഗയിൽ കിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഇതിന് ഒരു എന്താ പറയുക 2 മാർക്ക് ക്വസ്റ്റ്യൻ അല്ല, ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അഞ്ജുനോട് പറയുവാണെങ്കിൽ ഇപ്പം അഞ്ജു എത്ര ശ്വാസം എടുക്കുന്നുണ്ട് വിടുന്നുണ്ട് എന്നുള്ളത് അഞ്ജു കോൺഷ്യസ് ആണോ? അല്ല. അതേപോലെ തന്നെ അഞ്ജുവിൻ്റെ ഹൃദയമിടിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ജുവിനത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പം ഇതിനെ നമ്മളൊരു യോഗ മാറ്റിൽ ഇരുന്ന് ഞാൻ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ പേരോ അല്ലെങ്കിൽ എൻ്റെ സ്ഥലമോ എൻ്റെ ഡെസിഗ്നേഷനോ ഡസൻ മാറ്റർ അല്ലേ, ഞാൻ എൻ്റെ ശരീരത്തിന് ഞാൻ കൊടുക്കുന്ന ജസ്റ്റിസാണ്. അതായത് ഇന്നലെയുള്ള ടെൻഷൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്നലെ എന്തൊക്കെ പ്രോബ്ലംസിലൂടെയാണ് ഞാൻ കടന്നുപോയത്, ശരീരത്തിന് ഇപ്പോൾ ഇതൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ശരീരത്തിനോട് എന്താണോ അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കണം അതനുസരിച്ച് അത് ആക്ട് ചെയ്യുന്നു. അപ്പം അതിനെ നമ്മൾ നോക്കിക്കാണാനായിട്ടുള്ള ഒരു 1 hour നമ്മൾ യോഗ മാറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മൈൻഡും ബോഡിയും തമ്മിലുള്ളൊരു കണക്ഷൻ അവിടെ നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മൾ ബാക്കിയുള്ള എക്സസൈസിലൊക്കെ എടുത്തു നോക്കൂ, നമുക്ക് ബാഹികമായ സന്തോഷമാണ് അവിടെ കിട്ടുന്നത്. ഇപ്പം ഞാൻ പേഴ്സണലി എല്ലാ എക്സസൈസിനെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അതായത് ജിമ്മ് എനിക്കിഷ്ടമാണ്. അത് ഒരു സ്ത്രീക്ക് 40 കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സ്ട്രെങ്തനിങ്ങിനും അതും നമ്മൾ നോക്കണം. അതേപോലെ തന്നെ സുംബ, അത് രസമാണല്ലോ, അതിനകത്ത് ആ ഒരു മ്യൂസിക്കും ഇതും വരുമ്പോൾ ഇതെല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റും അതുപോലെ തന്നെ കാർഡിയോ ഫിറ്റ്നസിനും ഒക്കെ വേണം. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇത് നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്രൗണ്ടഡ് ഫീലിംഗ് നമ്മുടെ മാനസികമായിട്ട് വേണമെങ്കിൽ നമ്മൾ കുറേ അഭ്യാസമായിട്ടുള്ള യോഗ ഫാൻസി പോസ്റ്റേഴ്സ് ചെയ്യണമെന്നില്ല. നമുക്ക് ശരിക്കും ഒരു നല്ലൊരു ബ്രെത്ത് വർക്കും ഒരു മൈൻഡ്ഫുൾനെസ്സും ഉണ്ടെങ്കിൽ ആ ആളുടെ നിയന്ത്രണത്തിൽ ഈ ഒരു കൈക്കുള്ളിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നിൽക്കും. ആ മൈൻഡ് പവറിനെയാണ് നമ്മൾ ശരിക്കും കൊണ്ട് യോഗ കൊണ്ട് ആർജിക്കുന്നത്. ഇപ്പം പറഞ്ഞുകൊണ്ട് പറയാം, ഇപ്പം യോഗ എന്ന് പറയുമ്പം കൂടുതൽ മാനസികമായിട്ടാണല്ലോ വരുന്നത്, അത് ശാരീരികമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. അതായത് നമ്മളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ത്രികോണാസന എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ യോഗ പോസ്റ്റർ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ആ കൈ അതിനകത്തേക്ക് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ വയ്ക്കുക എന്നുള്ളത് നമ്മുടെ കോർഡിനേഷനെ ഇമ്പ്രൂവ് ചെയ്യും. അതായത് അവിടെ നമ്മൾ ആ ഒരു കോർഡിനേറ്റഡ് മൂവ്മെൻ്റ് ആണ് അവിടെ വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ബ്രെത്ത് വരുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ആ സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ്സ് ആണ്.
അപ്പോൾ ഒരാൾക്ക് ഇപ്പം ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു സൽമാൻ ഖാന് പുറം ചൊറിയാൻ പറ്റിയ ഒരു ഇത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ എന്താ പറയുക കുറെ കളിയാക്കലൊക്കെ അതിനകത്ത് കിട്ടി. അപ്പോൾ അത് പറയുന്നത് വെച്ചാൽ ആൾക്ക് നമുക്ക് നമ്മുടെ ബേസിക് നീഡ് എന്താ, നമുക്കൊന്ന് ചൊറിയാൻ പറ്റണം, അല്ലെങ്കിൽ കാലിലൊന്ന് പിടിക്കാൻ പറ്റണം. എത്ര പേർക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഫ്ലെക്സിബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ ഇത് പിടിക്കണമെങ്കിൽ നമ്മുടെ ബൈസെപ്സും ട്രൈസെപ്സും സ്ട്രോങ് ആവണ്ടേ? അപ്പം നമുക്ക് ഫ്ലെക്സിബിലിറ്റി വേണം, അതുപോലെ തന്നെ നമ്മൾക്ക് അതിനകത്തുള്ള ഒരു സ്ട്രെങ്ത് വേണം. ഈ സ്ട്രെങ്ത്തിനും ഫ്ലെക്സിബിലിറ്റിക്കും മൈൻഡ് കോർഡിനേഷനും കോൺസെൻട്രേഷനും യോഗ നല്ലൊരു കാര്യമാണ്. യോഗയെ പറ്റി ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ എപ്പോഴും പറയുന്ന കുറച്ച് പോയിന്റ്സ് ഇതായിരിക്കും. പിന്നെ അത് കൂടാതെ ഇന്റേണൽ ഓർഗൻ ഡീടോക്സിഫിക്കേഷൻ. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ യോഗ പോസ്റ്റർ, ഇപ്പോൾ അർത്ഥ മത്സ്യേന്ദ്രാസനം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പൊസിഷനാണ്. ആ പൊസിഷനിലിരിക്കുമ്പോൾ അത് ഇറ്റ് ഈസ് ആക്ച്വലി സെറ്റ് ടു ബി എ യോഗ ഫോർ ഡയബറ്റിസ് പോസ്റ്ററായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വേണമെങ്കിൽ ഇതിനകത്തൊരു ക്രിട്ടിക്ക് വരാം, പിന്നെ അതങ്ങ് പെട്ടെന്ന് ലിവറിൽ എങ്ങനെയാണ് അത് അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അങ്ങനെ ഡയറക്റ്റായിട്ട് ഇറ്റ് ഈസ് നോട്ട് ഫോർ ലിവർ. നമ്മൾ ആ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ബോഡി ഒരു പർട്ടിക്കുലർ രീതിയിലാണ് അതിനെ അലൈൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഫൈബ്രോയിഡിന് നമുക്ക് എത്ര കേസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. അതായത് എൻഡോമെട്രിയൽ സിസ്റ്റം, യൂട്രസിലുള്ള സിസ്റ്റുകൾ സർജറിക്ക് വിധേയമായവരെ യോഗ കൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് ആ സർജറിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റ് കാണാനില്ല. അത്ര മിറാക്കുലസ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് യൂട്രസ് ഡിസോർഡേഴ്സിന് കിട്ടാറുണ്ട്. വൈ? യോഗ കൊണ്ട് മാത്രം. യോഗ ഫോർ യൂട്രസ് ഡിസോർഡേഴ്സ് ഭയങ്കര, എനിക്ക് ഏറ്റവും കൂടുതൽ മിറാക്കുലസ് റിസൾട്ട് കിട്ടിയ ഒന്നാണ് യോഗ ഫോർ യൂട്രസ്. അത് എന്ത് ഡിസോർഡേഴ്സും ആയിക്കോട്ടെ. ഞാൻ പറയുന്ന ഒരു പരിധി വിട്ട് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് പോയതല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ലേഡിയുടെ ഒരു ഫൈബ്രോയിഡ് കണ്ടു, സിസ്റ്റ് കണ്ടു, PCOD കേസസ്, ഒരുപാട് കേസസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റിയത്, ഇപ്പം അവര് യോഗ ചെയ്തിട്ട് നേരെ പോയിട്ട് ചിക്കൻ ബിരിയാണി തട്ടിക്കഴിഞ്ഞാൽ നടക്കില്ല. ഞാൻ പറയുന്ന യോഗയും ഡയറ്റും കൂടി നല്ലൊരു ബ്ലെൻഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല ഫേമസ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടേഴ്സ് ഒക്കെ നമ്മുടെ അടുത്തേക്ക് റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട്. ഇപ്പം പെൺകുട്ടികൾക്കൊക്കെ പെട്ടെന്ന് പോയി ഒരു ഓപ്പറേഷൻ ആരും സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അവർ പറയണം നിങ്ങൾ യോഗ കൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത രീതി കൊണ്ടും ഡയറ്റൊക്കെ ഒന്ന് നോക്കൂ, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരുമെന്നാണ് ഈവൻ ഡോക്ടേഴ്സ് പോലും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു 2 മാസം കൊണ്ടൊക്കെ നല്ല രീതിയിലുള്ള ചേഞ്ചസ് നമ്മുടെ എൻഡോമെട്രിയൽ സിസ്റ്റിൻ്റെയും അതുപോലെ PCOD കേസസിൻ്റെയും ഒക്കെ റിസൾട്ട് ഞങ്ങൾക്ക് 3 മാസം കൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. PCOD ആക്ച്വലി യോഗ ഭയങ്കര ബെനിഫിഷ്യലാണ്. കാരണം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ്സ് ടു ദ പെൽവിക് റീജിയൻ ആണ്. ഇപ്പൊ കൂടുതലും PCOD വളരെയധികം കൂടുതലാണ് അതിന്. അപ്പൊ ഡോക്ടർ വേറൊരു കാര്യം എൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കാം. ഇപ്പൊ ഈ യോഗ, ഇപ്പൊ നമ്മൾ പല യോഗകൾ ചെയ്യുമല്ലോ, പലരും പല പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും യോഗ ചെയ്യുന്നത്. അതൊന്ന് ഇഫക്റ്റീവ് ആവാൻ എത്ര കാലഘട്ടം വേണ്ടി വരും? ഇറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആണ്. ഒരു സ്ത്രീ യോഗ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു പുരുഷൻ ചെയ്യുന്നത്. ഒരു കുട്ടി യോഗ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു സീനിയർ സിറ്റിസൺ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി കണ്ടീഷൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വളരെ ഒബീസിറ്റി ഉള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുവാണെങ്കിൽ സംടൈംസ് അവർ ഫ്ലെക്സിബിൾ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ വളരെ ചബ്ബിയായിട്ടുള്ളവരെ നമ്മൾ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. പക്ഷെ അവർ ഏറ്റവും നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് യോഗ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് ചിലപ്പോൾ അവരായിരിക്കും. അതേസമയം വളരെ ഫിറ്റാണെന്ന് നമുക്ക് തോന്നിയവർ ചിലപ്പോൾ കാലിൽ തൊടാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ ടു അവരുടെ ജീൻ ആണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അവർ ഏത് ഫാമിലിയിൽ നിന്നാണ് വന്നത്, അവരെങ്ങനെയാണ് ഡയറ്റ് നോക്കുന്നത്, അവരുടെ ബോഡി കോമ്പോസിഷൻ എങ്ങനെയാണ്. സോ അവർ തുടങ്ങിക്കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ അഞ്ജു സ്റ്റാർട്ട് ഡൂയിങ് വിത്ത് മീ, അത് കഴിയുമ്പോൾ എനിക്ക് പറയാൻ പറ്റും അഞ്ജുവിന് ചിലപ്പോൾ 1 മാസം തുടങ്ങിക്കഴിഞ്ഞ് ചെയ്തു തുടങ്ങുമ്പോഴാണ് ശരിക്കും നിങ്ങളുടെ ആൻസർ പറയുകയാണെങ്കിൽ അവർ 1-2 സെഷൻ എടുത്താൽ നമുക്ക് അവരുടെ വീക്ക് പോയിന്റ്സ് അറിയാൻ പറ്റും. അപ്പം നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ നമുക്ക് ഒരാളെ കണ്ട വഴി തന്നെ നമുക്കിങ്ങനെ ഒരു ജ്യോതിഷം പറയണ പോലെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ ഏതൊരാൾക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ഒരു ഏജ് അതൊന്നും മാറ്റർ അല്ലാതെ ഒരു യോഗയുടെ ഒരു പ്രാധാന്യം അവർക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു 10 ദിവസം ചെയ്ത് നോക്കി അറിയാൻ പറ്റും. കറക്റ്റായിട്ട് ഒരു 10 ദിവസം
ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആന്തരികമായിട്ടും ബാഹ്യമായിട്ടുള്ള അവരുടെ ചേഞ്ചസ് അവർക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. ഇപ്പൊ ഈ യോഗയുടെ പ്രാധാന്യം പറയുമ്പോൾ യോഗ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ? എല്ലാവർക്കും യോഗ ചെയ്യാമോ? അല്ലെങ്കിൽ അതിന് അപകട സാധ്യത ഉള്ള ഒരു കൂട്ടുണ്ടോ? ആർക്കൊക്കെ യോഗ ചെയ്യാതിരിക്കണം, അല്ലെങ്കിൽ ആർക്ക് യോഗ ചെയ്യരുത്, അങ്ങനെ അരുത് എന്നുള്ള ഒരു വിഭാഗം ഉണ്ടോ? ഞാൻ പറയുവാണെങ്കിൽ ഇതിന്റെ ഡോസേജ് പോലെ ഇരിക്കും. അതായത് ദർ ഇസ് എ ഡോസേജ്. അതായത് ഇപ്പം ഞാൻ ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള യോഗ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ബെഡ് റിഡൺ ആയിട്ടുള്ളവർക്ക് അവർക്ക് പോലും പ്രാണായാമം ചെയ്യാം. യോഗ ക്യാൻ ബി ഡൺ എനിവെയർ ഇൻ ദിസ് വേൾഡ്, എനി പ്ലേസ്, എനി ലൊക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു മരുഭൂമിയിൽ നിന്നാലും നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് പ്രാണായാമം ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒത്തിരി പേര് ആക്ച്വലി യോഗാശ്രമിൻ്റെ മിഷൻ ആൻഡ് വിഷൻ എന്താണെന്നറിയോ? ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരാളെ എങ്ങനെ ഹെൽത്തി ആക്കാം എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് ഒരു രോഗിയായി വന്നവൻ ഭോഗിയായി പോവുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അതായത് അവർക്ക് കുറേ ഇഷ്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വെർട്ടിഗോ, അല്ലെങ്കിൽ സെർവൈക്കൽ സ്പോണ്ടിലോസിസ്, സയാട്ടിക്ക. അപ്പം ഇവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്ലാസ്സിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ക്രൗഡിനെ ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. ഐ എം നോട്ട് ടാർഗറ്റിംഗ് ഹെൽത്തി ക്രൗഡ്. അവർ ജിമ്മിൽ പൊക്കോട്ടെ, ഗ്രൂപ്പ് ക്ലാസ്സിൽ പൊക്കോട്ടെ. എനിക്ക് വേണ്ടത് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരെ എങ്ങനെ ഹെൽത്തി ആക്കാം. ഓക്കെ, അങ്ങനെ ഹെൽത്തി ആക്കിയിട്ട് അവരെ ഗ്രൂപ്പ് ക്ലാസ്സിൽ അവരുടെ ഇഷ്ടത്തിന് വിടുക എന്നുള്ളതാണ്. സ്റ്റേബിൾ ആക്കിയിട്ട്, സ്റ്റേബിൾ മാത്രമല്ല, ഇപ്പോൾ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഞാൻ പറയാം. അതായത് പ്രഗ്നൻസിയിൽ നമ്മളുടെ അനുഷ്ക ശർമ്മ ചെയ്ത പോലെയൊക്കെ ശീർഷാസനം ചെയ്ത് പ്രശ്നമാക്കിയ ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഇതിൻ്റെ ഒരു വശം മാത്രമേ കാണാറുള്ളൂ, അല്ലെങ്കിൽ ഒരു മീഡിയയിൽ വരുമ്പോൾ ഇത് പരീക്ഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പം നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസ് ചോദിച്ച് ഗൈനക്കിൻ്റെ അടുത്ത് ചോദിക്കണം, എനിക്ക് ഇന്നത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർ പറയുകയാണ് നിങ്ങളുടെ കുറച്ച് യൂട്രസ് ഇറങ്ങിയാണ് ഇരിക്കണേ. ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ നമ്മളെ സാധാരണ യോഗ പോസ്റ്റേഴ്സ് ചെയ്താൽ പോലും അവർക്ക് പ്രശ്നം ഉണ്ടാവും. അതായത് സ്വയം ചികിത്സയ്ക്ക് പറ്റുന്ന ഒരിക്കലും ദൈവത്തെ ഓർത്ത് നമ്മൾ ഒരു യൂട്യൂബ് നോക്കിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ പോലും ചാനൽ നോക്കിയിട്ട് ചെയ്യരുത്. ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് എക്സ്പേർട്ട് ഗൈഡൻസ് വെച്ചിട്ട് നമ്മൾ ആരെയാണോ, ഏത് ഗൈനക്കിൻ്റെ അടുത്താണോ നിങ്ങൾ പോകുന്നത് അവരോട് ചോദിച്ചിട്ട് നിങ്ങളുടെ ഹെൽത്ത് മനസ്സിലാക്കുക. വെദർ യു ആർ ഹാവിങ് ഡയബറ്റീസ് അല്ലെങ്കിൽ BP. അപ്പോൾ അവർക്ക് ആദ്യം വേണ്ട ഒരു ഡയറ്റ് ആയിരിക്കും, യോഗ ആയിരിക്കില്ല. അവർക്ക് നല്ല പ്രോപ്പറായിട്ടൊരു ഡയറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഞാൻ പ്രഗ്നൻസി യോഗ എടുക്കാത്ത ഒരാളാണ്. ഞാൻ യോഗയുടെ ഇതിനകത്താണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയും ഏറ്റവും കൂടുതൽ ബ്ലെയിം വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് പ്രഗ്നൻസി യോഗ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാമെങ്കിൽ, അല്ലെങ്കിൽ അവർ വളരെ വില്ലിങ് ആണ്, അതായത് 100% വില്ലിങ് ആണെങ്കിൽ മാത്രം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കേസാണ് ഈ പ്രഗ്നൻസി യോഗ. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും കാണിക്കുന്നത് കണ്ട് നമ്മൾ ദൈവത്തെ ഓർത്ത് ചെയ്യരുത്. അതൊത്തിരി നിങ്ങളുടെ കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യമാണ്. എക്സാജറേറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതാണ് വൺ ഓഫ് ദ കോംപ്ലിക്കേഷൻ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ജോയിൻസിന് എന്തെങ്കിലും ക്ഷതം വന്നവർ അല്ലെങ്കിൽ ഇഞ്ചുറീസ് വന്നവർ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പാർട്ടിനെ ഹീല് ചെയ്യാതെ യോഗയിലേക്ക് വരരുത്. ലിഗമെന്റ് ഇഞ്ചുറീസ്, സെർവൈക്കൽ സ്പോണ്ടിലോസിസിൻ്റെ ഇതിനകത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് സ്ട്രെങ്തനിങ് ഇതിനകത്ത് യോഗയിലേക്ക് വരാം. അന്നേരം അവിടെ ഏത് ചെയ്യണം ഏത് ചെയ്യണ്ട എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ വെർട്ടിഗോ കേസിൽ അത് നമുക്കൊരു ഗ്രൂപ്പ് യോഗയിലേക്ക് ഓടിപ്പോയി ചേരാൻ പാടില്ല. അതേപോലെ ഏറ്റവും കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത് അത് എൻ്റെ മേഖലയായ ആസിഡ് റിഫ്ലക്സ്, GERD, അതായത് ഗ്യാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസോർഡർ എന്ന് പറയും. അതെന്താ വെച്ചാൽ അവരുടെ ഒരു ഫുഡ് വാൽവ് ലൂസായിട്ടിരിക്കുന്നതാണ്. അപ്പം ഞാനൊരു വീഡിയോ റീസെൻ്റ്ലി ചെയ്തിരുന്നു. അതായത് GERD ഉള്ളൊരു ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തേട്ടി വരുന്ന ഒരു ഇതുണ്ടല്ലോ, അതായത് ആസിഡ് റീഗർജിറ്റേഷൻ, അതുള്ളവർ ദയവ് ചെയ്ത് സൂര്യ നമസ്കാരം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് 1,00,000 ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റി. അതായത് ഞാൻ യോഗ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ആൾക്കാരെ അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞേ എന്ന് ചിന്തിക്കുക. അപ്പം എൻ്റെ പിന്നെ യോഗാശ്രമിൽ വന്ന ഒത്തിരി പേഷ്യൻസ് പറഞ്ഞു, ഡോക്ടറെ ഞാൻ സൂര്യ നമസ്കാരം ഒരു 10-40 തവണയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഡയറ്റ് നോക്കി എല്ലാം ചെയ്തു, പക്ഷെ എനിക്ക് ആ കയറി വരുന്നത് മാറുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ സൂര്യനമസ്കാരം ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഫോർവേഡ് ബെൻഡിങ്ങും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർവേഡ് ബെൻഡിങ്ങും ട്വിസ്റ്റും ടേണും ചെയ്ത് കഴിഞ്ഞാൽ ഈ വാൽവ് വീണ്ടും പ്രൊവോക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയും വഷളാവാനുള്ള സാധ്യതയാണ് അവിടെ കൂടുതൽ. അപ്പോൾ വാട്ട് ടു ഡു വാട്ട് നോട്ട് ടു ഡു എന്ന് പഠിപ്പിക്കുന്നവരാണ്
യോഗ തെറാപ്പിസ്റ്റ്. ഓക്കെ, അവിടെയാണ് നമ്മൾ സ്പെഷ്യൽ ആവുന്നത്. ഇപ്പൊ യോഗ തെറാപ്പിസ്റ്റ് എന്ന് ഒരു ടേം പറഞ്ഞല്ലോ. ഇപ്പൊ സാധാരണ നമ്മൾ യോഗ എന്ന് മാത്രമേ കേൾക്കാറുള്ളൂ. എന്താണ് ഈ യോഗയിൽ തെറാപ്പിസ്റ്റുകൾ അല്ലെങ്കിൽ യോഗ തെറാപ്പി എന്ന് പറയുന്നത്? ഇപ്പൊ എൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് നാച്ചുറോപ്പതി ഡോക്ടറാണ്. ഓക്കെ, അപ്പൊ BNYS എന്നാണ് നമ്മുടെ ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ്. ആ Y സ്റ്റാൻഡ്സ് ഫോർ യോഗിക് സയൻസ് ആണ്. എൻ്റെ ബ്രാൻഡിങ് യോഗയിലാണ്, പക്ഷെ ഞാൻ ബേസിക്കലി ഒരു നാച്ചുറോപ്പത്താണ്. അപ്പം നമ്മൾക്ക് യോഗിക് സയൻസ് എന്ന് ഈ 5.5 വർഷത്തെ ബിരുദം വരണമെങ്കിൽ നമ്മൾ 5.5 വർഷത്തെ യോഗ പഠിക്കണം. അപ്പം നമ്മൾ 200 അവർ കോഴ്സ് യോഗയല്ല പഠിക്കുന്നത്. 5.5 വർഷത്തെ യോഗ പോസ്റ്റേഴ്സ് പഠിച്ചിട്ട് ഏതൊക്കെ കണ്ടീഷൻസിൽ കൊടുക്കാം, അതിൻ്റെ റിസർച്ച് പേപ്പേഴ്സ്, ഓരോ യോഗ പോസ്റ്റേഴ്സും നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഇതാവുന്നത് എന്നുള്ള നമ്മുടെ വിവേകാനന്ദ കേന്ദ്രം അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെയൊക്കെ റിസർച്ച് പേപ്പേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് പഠിച്ചിട്ട് മാത്രമേ നമുക്ക് പേഷ്യൻസിന് ചികിത്സിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു യോഗ ടീച്ചർ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും പേഷ്യൻസിനെ ചികിത്സിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പേഷ്യൻസിനെ നമ്മൾക്ക് യോഗ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ യോഗ തെറാപ്പിസ്റ്റുകളായ 5.5 വർഷം ബിരുദമുള്ള എല്ലാവർക്കും ഒരു പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ട്. അതാണ് ഡോക്ടർ എന്നുള്ള ഡെസിഗ്നേഷൻ. അതൊരു ഡൗട്ട് ഉണ്ട്, യോഗ ടീച്ചർ എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് ഈ ഡോക്ടർ? ഞാൻ മിക്കപ്പോഴും വന്ദേ ഭാരതിലൊക്കെ പോകുമ്പോൾ ടീച്ചർ പറഞ്ഞിട്ടാണ് വിളിക്കണേ. എനിക്ക് ബേസിക്കലി എനിക്ക് ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് വെച്ചാൽ എന്നെ അതൊരിക്കലും എന്നെ ആരെന്ത് വിളിച്ചാലും, ഇപ്പോൾ ചിലവർ അഖില ചേച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ചിലവർ ആൻറ്റി എന്ന് വിളിക്കും, ചിലവർ ടീച്ചറിൽ നിന്ന് വിളിക്കും, ചിലവർ ഡോക്ടറിൽ നിന്ന് വിളിക്കും. നമുക്ക് എന്താണെങ്കിലും ഒരു സ്ഥാനം അവർ തരുന്നുണ്ടല്ലോ. അപ്പം നമ്മളുടെ ഇൻറ്റൻഷൻ എന്താണ്? ഈ സമൂഹത്തിന് എന്താണ് കറക്റ്റായിട്ടുള്ളതെന്ന് പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ വളരെ അസുഖം ബാധിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരിക്കലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്ന ആ ക്രൗഡിനെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ ഞാൻ ഈ സമൂഹത്തിൽ, അതാണ് എൻ്റെ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് എനിക്കൊരു പേരോ അല്ലെങ്കിൽ എനിക്കൊരു ഡെസിഗ്നേഷനോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. ഡോക്ടർ ബാക്ക് ടു വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ യോഗ ഒരു ആസ് എ ബിഗിനർ യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു യൂട്യൂബ് കണ്ട് എല്ലാവർക്കും അതൊക്കെ ആയിരിക്കുമല്ലോ പ്രചോദനം. ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ആവശ്യം വരുമ്പോഴേക്കൊക്കെ നമ്മൾ അതിന്റെ പുറകെ പോവാം. അപ്പൊ ഒരു ബിഗിനർ എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ അതേപോലെ ചെയ്യാൻ പറ്റുന്ന യോഗാസും, പിന്നെ മിസ്റ്റേക്സുകൾ കുറെ വരുത്തൂല്ലോ, അതൊക്കെ എന്തൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ടാവും? ടു ബിഗിൻ വിത്ത് എന്ന് പറയുന്നത് എപ്പോഴും ലൈറ്റ് ആയിട്ടുള്ള, ഇപ്പം എൻ്റെ തന്നെ ചാനലിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷ്മ വ്യായാമം എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിനെ നമ്മളൊരു എന്താണ്, ഇതൊരു റിസ്റ്റ് മൂവ്മെന്റ് ആണ്. നമ്മളിതിനെ പിടിച്ചിട്ട് നമ്മൾ വളരെ ലൈറ്റായിട്ട് അതിനെ കറക്റ്റാക്കി നോക്കി ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ കുറച്ചും കൂടെ സട്ടിൽ മൂവ്മെന്റ് ആണ്, വളരെ ലൈറ്റായിട്ട്. നമ്മൾ ഇങ്ങനെ കിടന്ന് എക്സാജറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ നമ്മളുടെ ഇപ്പൊ വിരലുകൾ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നു, ചെയ്തോ ഇങ്ങനെ ചെയ്തു നമ്മൾ ഇതിനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് സൈഡിൽ കൂടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്താണ്, നമ്മൾ ഓരോ അവയവങ്ങളെ അല്ലെങ്കിൽ നമ്മൾ ഓരോ നമ്മളുടെ ശരീരഭാഗങ്ങളെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. അതായത് നമ്മൾ കെയർ ചെയ്യുവാണ് ഓരോ പാർട്ടിനെ. അപ്പം നമുക്ക് യു ഫീൽ ഗുഡ് അല്ലേ? നമുക്കൊരു നെർവ് സ്റ്റിമുലേഷനും നമുക്ക് എന്തോ ഒരു സുഖം നമുക്ക് ഇതിങ്ങനെ ഒരു മസാജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഓരോ കാര്യങ്ങളെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്നതിന് സൂക്ഷ്മ വ്യായാമം എന്ന് പറയും. ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. ഓടിച്ചെന്ന് കുറെ ഹെഡ് ആൻഡ് നെക്ക് ചെയ്തു, ഇത് ചെയ്തു, ഷോൾഡർ മൂവ്മെന്റ്സ് ചെയ്തു, ഹിപ്പ് റൊട്ടേഷൻ ചെയ്തു, നേരെ സൂര്യ നമസ്കാരത്തിലേക്ക്. ഞാൻ ഒരിക്കലും എൻ്റെ മുമ്പിൽ വന്ന ഒരാളെ സൂര്യ നമസ്കാരമേ പഠിപ്പിച്ചിട്ടില്ല. ഞാനത് മേ ബി 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും സൂര്യ നമസ്കാരം പഠിക്കുക. അത് സൂര്യ നമസ്കാരം പഠിച്ചു എന്ന് പറയുന്ന വലിയൊരു ബിരുദം എടുക്കുന്ന പോലെയല്ല. നമ്മൾ ഓരോ കാര്യങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ സൂക്ഷിച്ച് നമ്മുടെ ശരീരത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളതിലാണ്. ദാറ്റ് ഈസ് ദ ആർട്ട്. ഞാൻ എന്നെ വിളിക്കുന്ന എന്താണെന്നറിയോ, ഒരു ബോഡി മെക്കാനിക് എന്നാണ്. എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അല്ലെങ്കിൽ എൻ്റെ ഇൻട്രസ്റ്റ്, ഒരു പ്രത്യേകത എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ എൻ്റെ ഇഷ്ടം. അതായത് ഒരാൾ കയറി വരുമ്പോൾ ഞാൻ അവരുടെ ഡ്രസ്സിനേക്കാളും ആഭരണങ്ങളെക്കാളും വണ്ടിയേക്കാളും ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്ന അവരുടെ പോസ്റ്ററാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവും. ചില സമയത്ത് എനിക്കത് ചിലവരോട് ഞാനത് പറയും, എനിക്കത് പറയാതിരിക്കാൻ എനിക്കങ്ങ് പറ്റാറില്ല. ഞാൻ വളരെ ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യം വെച്ചാൽ
ആ വ്യക്തി കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്താൽ അത് നല്ലതായിരിക്കുമല്ലോ, വയറ് കുറച്ച് കൂടുതലാണ്, അങ്ങനെ എനിക്കങ്ങനെ അവരുടെ ബോഡി പ്രൊപ്പോർഷൻ, അവർ കുറച്ച് സ്കോലിയോസിസ് ഉണ്ടല്ലോ, ഇങ്ങനെ ഞാൻ അറിയാതെ എൻ്റെ കണ്ണിൽ വന്നു പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരെ എങ്ങനെ കറക്റ്റ് ആക്കാമെന്ന് എനിക്ക് തോന്നിപ്പോവും. അതെൻ്റെ ഉള്ളിലൊരു ടീച്ചറുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ പോസ്റ്റർ കറക്റ്റ് ചെയ്യാന്നുള്ളത്. എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ നിൽക്കുന്നു, എങ്ങനെ നിങ്ങൾ കിടക്കുന്നു എന്നുള്ളതാണ്, എങ്ങനെ നിങ്ങൾ നടക്കുന്നു, എല്ലാം ഇരിക്കുന്നു നിൽക്കുന്നു എല്ലാ കാര്യങ്ങളും ആണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഡൗട്ട് തോന്നിയത്, നമ്മളിപ്പോൾ ഹെൽത്തൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഇടതൊട്ട് ചെരിഞ്ഞ് കിടക്കണം, വലതൊട്ട് ചെരിഞ്ഞ് കിടക്കണം, പിന്നെ നേരെ കിടക്കണം, മലർന്ന് കിടക്കണം, അതൊക്കെ അപ്പം അതിലൊക്കെ കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങളൊരു ചെറുപ്പക്കാർക്ക് ഒരു 10-20 വയസ്സ് വരെയൊക്കെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു 20 വയസ്സ് കഴിഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊക്കെ പണി കിട്ടാൻ തുടങ്ങും. ആ പണി കിട്ടുമ്പോൾ മാത്രം നമ്മളതെല്ലാം ശ്രദ്ധിച്ചാൽ മതിയാവും. അതുവരെ എൻജോയ് ചെയ്യുക ലൈഫ്. അത് കഴിഞ്ഞിട്ട് ചിലവർക്ക് ഇപ്പോൾ ഒരു ചെറുപ്പക്കാർ തന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ ആസിഡ് റിഫ്ലക്സ് ഉള്ളവർ പറയുന്നുണ്ട്. അപ്പോൾ ആസിഡ് റിഫ്ലക്സ് ഉള്ള ഒരാൾ എന്ത് ചെയ്യണം? ഇടത്തോട്ട് ചെരിഞ്ഞ് കിടക്കണം. കാരണം വെച്ചാൽ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വാൽവ് ഓപ്പൺ ചെയ്യുന്ന അത് നമുക്ക് പ്രൊവോക്ക് ചെയ്യാതെ നമ്മൾ റൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ആസിഡ് കയറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡായിരിക്കും അവർക്ക് കൂടുതലും നല്ലത്. ദഹനം കറക്റ്റ് ആവാൻ ഇതാണ്. നമ്മൾക്ക് ഹാർട്ടിന് ലോഡ് കൊടുക്കാതിരിക്കാൻ നമുക്ക് വലത്തോട്ട് തിരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അപ്പം ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ അഗെയിൻ. അപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടിയത് അത് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവില്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ഗൈഡൻസിലൂടെ നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളുണ്ട്, പിന്നെ അതുപോലെ നടക്കുന്നത്, ഇരിക്കുന്നത്, പോസ്ചർ വളരെ പ്രധാനമാണെന്ന് പറയുന്നത്. അതേപോലെ മിസ്റ്റേക്സ് വേറെ എന്തൊക്കെയായിരിക്കും തുടക്കക്കാരിൽ കാണുക? നമ്മൾ നേരത്തെയും ചോദിച്ച ചോദ്യത്തിന്റെ മുഴുവൻ ആൻസർ പറഞ്ഞില്ല. കാരണം തുടക്കക്കാർ ഓടിച്ചാടി പോയിട്ട് ഇത് ചെയ്യാതെ അവരെപ്പോഴും ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും ചിലപ്പോൾ ഭയങ്കര ഫ്ലെക്സിബിൾ അല്ലാത്ത ബോഡി ആയിരിക്കും. അപ്പം അവർക്കൊരു ഗ്രൂപ്പ് ക്ലാസ്സിൽ ഇത് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ട്? അതായത് നിങ്ങളൊരു യോഗ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ദൈവമേ ഇവരെല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം ഇത് പറ്റുന്നില്ല എന്ന് ചിന്തിക്കും. അതേസമയം നിങ്ങൾ ഒറ്റയ്ക്കാണ് അവരായിട്ട്. അപ്പം നമ്മളൊരു സാരമില്ല കുറച്ച് മതി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു മോട്ടിവേഷൻ വരും. ചിലവർക്ക് അതൊരു സ്പോർട്സ് സ്പിരിറ്റിൽ അന്നൊന്ന് കാണിച്ചു കൊടുക്കണം എന്ന്, അതൊരു പ്രായത്തിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാൾ അതുപോലെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഓരോ കാര്യങ്ങൾ കയറി ചെയ്ത് പണിയാക്കാതിരിക്കുമായിരിക്കും നല്ലത്. അതൊരു കാര്യം. അപ്പം നമ്മൾ ഓടിച്ചാടി ചെയ്യാതെ ഒരു കറക്റ്റായിട്ട് ഒരു എക്സ്പേർട്ടിൽ 1-to-1 ആദ്യം എടുക്കുക, എന്നിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള എനിക്ക് പറയാമോ എന്ന് എനിക്കറിയില്ല. കാരണം ഒത്തിരി പേര് ഡാമേജ്ഡ് ഗുഡ്സ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതായത് അവരുടെ ഏതെങ്കിലും യോഗ ക്ലാസ്സിൽ പോയി ഏതെങ്കിലും ഒരു ട്രെയിനർ, ഇപ്പോൾ ഈവൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത്തിരി അഗ്രസീവ് കൈൻഡ് ഓഫ് പ്രാക്ടീസാണ്. ഞാൻ ഋഷികേശിൽ പോകാറുള്ള ഒരാളാണ്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗ സെഷൻസിനെ ഭയങ്കര അഗ്രസീവായിട്ട് ചെയ്താൽ ഭയങ്കര ഒരു വാവ്, പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുക, ഇതല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവർ സ്പ്ലിറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നന്നായിട്ട് ബാക്കിൽ നിന്നൊക്കെ പുഷ് ചെയ്ത് തലയൊക്കെ ഇടിപ്പിക്കും നിലത്ത് പോയിട്ട്. അപ്പം അതേപോലെ തന്നെ നാട്ടിലും ഉണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്. ഞാൻ അതൊന്നും പേര് പറയുന്നില്ല. അങ്ങനെ ചെയ്തിട്ട് ഈ ഒരു കാലിൻ്റെ വശം ഞരമ്പ് കംപ്രസ്ഡ് ആയിട്ട് ഒരു ഭാഗം തളർന്നു പോയ ഒരു കുട്ടി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അതായത് അവർ പിന്നെ യോഗ എങ്ങനെയായിരിക്കും കാണുന്നത്? ഇങ്ങനെ ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ട്രോമയായിട്ടാണ് യോഗ കാണുന്നത്. അപ്പം എനിക്ക് മാനസികമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നണമെന്ന് വെച്ചാൽ ഒത്തിരി പേര് യോഗയെ വെറുക്കുന്നത് അതിൻ്റെ ശരിയായ രീതിയിൽ അത് പഠിപ്പിക്കാത്തത് കൊണ്ടും. ഫോർ എക്സാമ്പിൾ ഒരു 18 വയസ്സുകാരിയും ഒരു 60 വയസ്സുകാരിയും ഒരു ഗ്രൂപ്പിൽ നിർത്തിക്കഴിഞ്ഞാൽ അത് അവരോട് പറഞ്ഞു കൊടുക്കണം. നമ്മളുടെ ഇപ്പം ഞാനും ഗ്രൂപ്പ് യോഗ കുവൈറ്റിലായിരുന്നു ഞാൻ. അന്നേരം എൻ്റെ ക്ലാസ്സിൽ 60-70 പേര് നിന്ന് ചെയ്യുന്ന അത്രയും വലിയൊരു ഓഡിറ്റോറിയത്തിലാണ് നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്കറിയാം ഇന്ന ആൾക്കാർ സ്ട്രെയിൻ ചെയ്യരുതട്ടോ എന്ന് ആസ് എ ഡോക്ടർ എനിക്ക് പറയാൻ പറ്റും. ഒരു ബിഗിനറിനെ എൻ്റെ ഫ്രണ്ടിൽ നിർത്താം, മിഡിൽ ഇൻ്റർമീഡിയറ്റ് സെക്കൻഡ് ലെയറിൽ എടുത്താം, ബാക്കിൽ അഡ്വാൻസിന് നിർത്താം. ഇങ്ങനെ നിർത്തിയിട്ട് നമുക്ക് ചെയ്യുന്നവരും ഉണ്ട്. അല്ലെങ്കിൽ നമ്മളത് വേറൊരു ബാച്ച് തന്നെ ആക്കുക, ഒരു ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പം അവർക്ക് വലിയ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല, അവർക്ക് കോൺഫിഡൻസ് കുറവും തോന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരാളെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് ആവരുത് യോഗ ചെയ്യുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ പെട്ടെന്ന്
പെട്ടെന്ന് എല്ലാവർക്കും റിസൾട്ട് വേണം. അതിപ്പോ എവിടെ പോയാലും, ഇപ്പൊ ജിമ്മിൽ പോവുകയാണെങ്കിലും യോഗയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്താലും എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് വരണം. ഇപ്പൊ ഈ യോഗ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷനും ആൾക്കാർക്കുണ്ട്. അതൊന്ന് പിന്നെ അതിനകത്ത് യോഗ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ശരിയാവോ എന്നുള്ള രീതിയിൽ എപ്പോഴും ഇത് ചെയ്യും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് അവർക്കിപ്പോൾ ഒരു കുനിഞ്ഞൊരു സ്പൂൺ എടുക്കാനായിട്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വീട്ടിൽ അവർ ചെയ്യുന്ന കമ്പയർ ചെയ്യും അവർ. അതായത് കഴിഞ്ഞ മാസം എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ഈ മാസം എനിക്ക് ഒരു ഇതിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുനിഞ്ഞ് സ്പൂൺ എടുക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി. പക്ഷേ എൻ്റെ വണ്ണം ഒന്നും കുറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് ഫ്ലെക്സിബിളായി, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് ഭയങ്കര ലൂസായി എന്നൊക്കെ അവർ പറയും. അപ്പം ചിലപ്പോൾ അവർക്ക് വെയിങ് സ്കെയിലിൽ അത് കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദേ ആർ മോർ ഫ്ലെക്സിബിൾ, ലൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ദേ ഫീൽ മോർ കോൺഫിഡൻറ്റ്. അങ്ങനെ ഞാൻ പറയും, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ വരുന്ന കാര്യങ്ങൾ, നിങ്ങൾ നേരത്തെ ടെൻഷൻ എടുത്ത അതേ കാര്യത്തിന് ഇപ്പോൾ ടെൻഷനുണ്ടോ, നിങ്ങൾ ഇട്ട ഡ്രസ്സുകൾക്ക് ഒരു അഴവ് വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യം നോക്കുക. എന്നിട്ട് മതി നമുക്ക് വെയിങ് സ്കെയിൽ. ഈ വെയിങ് സ്കെയിൽ ഒബ്സഷൻ ഇസ് അനദർ പ്രോബ്ലം. എല്ലാ ദിവസവും കൊണ്ട് 0.25 കൂടി, അല്ലെങ്കിൽ 0.500 ഒരു ക്രൈസ് രാവിലെ പോയി നോക്കണം. അതെ, അത് നിർത്തുക. അത് നമ്മളെന്ന് വെച്ചാൽ ഒരു ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസം കൂടിയിട്ടൊക്കെ നമ്മളിത് ചെയ്യുക. അതായിരിക്കും നല്ലത്. യോഗ ചെയ്യാൻ നമുക്ക് പ്രായപരിധി ഉണ്ടോ? ഇപ്പം എല്ലാ പ്രായത്തിലും ചെയ്യാമോ, അതോ കുട്ടികൾ മാറി നിൽക്കണോ, അതോ എങ്ങനെയാണ് ഒരു പ്രായപരിധി? അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 6 വയസ്സ് മുതൽ നമുക്കിപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു വിവരം ബോധമുള്ളതാണ്, നമ്മുടെ കാലഘട്ടമൊന്നുമല്ല. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ 6 വയസ്സായിട്ടുള്ള കുട്ടിയോട് പറഞ്ഞാൽ മനസ്സിലാവും ഇന്ന കാര്യങ്ങൾ. പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇത്. കാരണം അവർക്കിപ്പോൾ, പക്ഷെ അത് അവരുടെ ഭയങ്കരമായിട്ട് അവർക്ക് ഈ കോർഡിനേഷനും കോൺസെൻട്രേഷനും കൂട്ടും. അപ്പോൾ 6 വയസ്സ് തൊട്ട് ഇത് ചെയ്യണം. പക്ഷെ അവരെ ഒത്തിരി അഭ്യാസങ്ങൾ, ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ കൊടുത്ത് ഒത്തിരി ഇത് ചെയ്യിപ്പിക്കാതിരിക്കുക. വളരെ ലൈറ്റായിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വേറൊരു ഇതിനകത്ത് പറഞ്ഞാൽ ഇപ്പം നടൻ മമ്മൂട്ടി മറ്റുള്ള ആളുടെ ഏജ് ഗ്രൂപ്പിലുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആ ഏജ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 70 വയസ്സായിട്ടുള്ള ഒരാൾക്ക് അയാളുടെ പ്രശ്നങ്ങൾ, അതായത് ബോഡി ഇഷ്യൂസ് നമ്മൾ നോക്കിയിട്ടേ നമുക്കത് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. എൻ്റെ മേഖലയിൽ എസ്പെഷ്യലി എനിക്കങ്ങനെ ഏജിനെയോ അല്ലെങ്കിൽ ഹെൽത്ത് നോക്കിയിട്ടേ എനിക്കത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും ഏത് പ്രായത്തിലും ചെയ്യാലോ, പക്ഷെ അവർക്ക് അത് ചെയ്യാൻ പറ്റുമോ, അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, അത് ഇൻഡിവിജ്വലി. അതിപ്പോൾ ഇത് മാത്രമല്ലല്ലോ, ഏത് കാര്യവും അങ്ങനെയല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഡാൻസ് പഠിക്കണം, ആൾക്ക് തീരെ കാലിന് വയ്യ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിട്ടിരിക്കുകയാണ്, അപ്പോൾ ആൾക്ക് പറ്റുമോ? അപ്പോൾ ആളാദ്യം ഹെൽത്തിനെ ഒന്ന് ഓക്കെ ആക്കിയിട്ടല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ആളത് 30 വയസ്സായിട്ടും സെയിം ഇഷ്യൂ, നീ പെയിൻ ഉണ്ടെങ്കിൽ 60 വയസ്സായ അമ്മയും 30 വയസ്സായാലും ഒന്ന് തന്നെയല്ലേ. അപ്പം നമ്മൾ ഹെൽത്തിനെയല്ലേ നമ്മൾ നോക്കണത്. ഇപ്പം യോഗ നമ്മൾ പറയുമ്പോൾ മെന്റൽ ഹെൽത്ത് കൂടുതൽ പറയും. അപ്പം എനിക്ക് തോന്നിയൊരു ചോദ്യമാണ്, യോഗയും മെഡിറ്റേഷനും ഒന്നാണോ, അല്ലെങ്കിൽ അതിൽ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി. യോഗ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധിയോഹോ അഷ്ടവങ്കാനി എന്നാണ്. നിയമങ്ങളൊക്കെ പാലിച്ചിട്ടാണ് നമ്മൾ അടുത്ത പടിയിലേക്ക് കടക്കുന്നത്. ആസന അത് കഴിഞ്ഞിട്ട് നിയമങ്ങളും ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ആസനാസിലേക്ക് കടക്കുന്നത്. അത് ഒരു സ്റ്റെപ്പ് ഉണ്ട്. അത് 8 പടികളാണത്, 8 സ്റ്റെപ്പുകൾ. ആ മറ്റേ 4ാമത്തെ പടിയായിട്ട് വരും പ്രാണായാമം. അതായത് യോഗാസനേക്കാളും വലുതാണ്, അതൊക്കെ മേലെയാണ് ബ്രീത്തിങ് എക്സസൈസ് തുടങ്ങുന്നത്. അല്ല, അങ്ങനെ തുടങ്ങിയെന്ന് വെച്ച് കുഴപ്പമുണ്ടായിട്ടല്ല പറഞ്ഞത്, അതിനകത്തുള്ള ബെനിഫിറ്റാണ് പറയുന്നത്. അതായത് അത് അത്രയും ശക്തിയേറിയതാണ് എന്നുള്ളതാണ് അവിടെ പ്രാധാന്യം. അതായത് നിയമങ്ങൾ കഴിഞ്ഞ് യോഗാസന ചെയ്തിട്ടാണ് പ്രാണായാമം കടക്കുന്നത്. അത്രയും വലുപ്പമുള്ള ആളാണ് പ്രാണായാമം. പിന്നെ പ്രത്യാഹാരം, അതായത് ഡിസ്ട്രാക്ഷൻ ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. അതായത് 5 സംസാരിക്കുന്നുണ്ട്, പക്ഷെ 5 ചുറ്റും പുറമുള്ള കാര്യങ്ങളെ ഫോക്കസ്ഡ് ആവുന്നില്ല, ഇതിനകത്ത് മാത്രം പോകും. പ്രത്യേക ധാരണ ധ്യാന സമാധി യോഗം, അതായത് അത് കഴിഞ്ഞിട്ട് ധാരണവും കഴിഞ്ഞിട്ടാണ് നമ്മൾ ധ്യാനത്തിലേക്ക്, അതായത് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഏറ്റവും മുകളിലത്തെ തട്ടിലുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് എക്ടസി അല്ലെങ്കിൽ സെൽഫ് ലിബറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഓരോ സെൻസുകളെ വിട്ട്
നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ പുറത്തേക്കല്ലേ പോകുന്നത്. യോഗ ഇസ് ദ ഓൺലി തിങ് ദറ്റ് യു ആർ അച്ചീവിങ് യുവർ സെൽഫ്. നമ്മുടെ കോറിലേക്ക് നമ്മൾ തന്നെ അച്ചീവ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. അതായത് ഇത് ഇങ്ങനെ ഉള്ളിലേക്കാണ് വരുന്നത്, ഇവിടെ നിന്ന് പുറത്തേക്കല്ല പോകുന്നത്. വേറെ ഏത് ഫോംസ്, ഇപ്പോൾ മറ്റെല്ലാ ഫോംസും നമ്മൾ പുറത്തേക്കാണ് നമ്മുടെ സക്സസ് കാണിച്ചു കൊടുക്കുന്നത്. വി ആർ ആക്ച്വലി ബിക്കമിങ് സക്സസ്ഫുൾ ഇൻ അവർ സെൽഫ് വെൻ ഇറ്റ് കംസ് ടു യോഗ. അപ്പോൾ നമ്മൾ അതിനകത്ത് ആർക്കാ അച്ചീവ്മെന്റ് കിട്ടിയത്? പുറത്തുള്ള ആർക്കെങ്കിലും ആണോ? അല്ല, നമ്മളെ തന്നെയാണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ ഒന്നും ബാധിക്കില്ല. അതായത് നത്തിങ് വിൽ, നമ്മൾ പറയില്ലേ, നമ്മുടെ രോമത്തിൽ പോലും ടച്ച് ചെയ്യില്ല എന്ന് പറയുന്നത് അപ്പോഴാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ പോകുമ്പോഴാണ്. ഇപ്പോൾ ചെറിയ കാര്യത്തിൽ അവൻ എന്നെ നുള്ളി മാന്തി എന്നുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം അവൻ നുള്ളിക്കോട്ടെ, മാന്തിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ യോഗയിൽ ഗ്രൗണ്ടഡ് ആവും. സോ നത്തിങ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് അസ്. അതായത് നമുക്ക് എന്ത് വന്നാലും നമ്മൾ അതിനെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി കാണാനായിട്ട് പഠിക്കുന്നവനാണ് യോഗി എന്ന് പറയുന്നത്. ഞാനൊന്നും യോഗിയായിട്ടേ ഇല്ല കേട്ടോ. ഇപ്പം ഞാനിത് പറയുന്നത് കൊണ്ട് ഡോക്ടറെല്ലാം പഠിച്ച് പാസ്സായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കരുത്. ഐ ആം ജസ്റ്റ് എ മീഡിയേറ്റർ. ഇത് ഇന്നതാണ് ഇതിൻ്റെ ഇൻഫോർമേഷൻ എന്ന് പകർന്നു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ആ ആള് അതിനകത്തേക്ക് എത്തണമെങ്കിൽ ഒത്തിരി തലം ഇനിയും ക്രോസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ഒന്നുമല്ല. നമ്മൾ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാം. ചില കാര്യങ്ങൾ ഫോളോ ചെയ്യും, ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്കത് പറയാൻ പറ്റും.